അപ്പോൾ നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ അന്നമ്മച്ചി അമ്മച്ചി ഇന്ന് എന്നാ നമ്മൾ കറി വെക്കുന്നത്? ഇന്നിപ്പോൾ നമ്മളൊരു മോരുകറിയല്ലേ വെക്കുന്നത്. മോരുകറി വെക്കാം. അതിന് കുമ്പളങ്ങ വേണം. ഞാൻ സത്യം പറഞ്ഞാൽ കുമ്പളങ്ങ മേടിക്കാൻ മറന്നുപോയി. കുമ്പളങ്ങ മേടിച്ചിട്ടില്ല. കുമ്പളങ്ങ ആവാം, പിന്നെ ഉള്ളി വഴറ്റിയിട്ടാകാം, അല്ലെങ്കിൽ വഴുതനങ്ങ ആകാം, അല്ലെങ്കിൽ കപ്പളങ്ങ ആകാം. ഇന്ന് കപ്പളങ്ങ തന്നെ ആക്കാം. കപ്പളങ്ങ അമ്മച്ചിൻ്റെ അടുത്തുണ്ടല്ലോ ഇവിടെ. ഉണ്ട്, കപ്പളങ്ങ ഉണ്ട്. കപ്പളങ്ങ പറിക്കാം അല്ലേ? അമ്മച്ചിക്കടെ വാ. പോയി പോച്ചോ? ഇല്ല അമ്മച്ചിക്കടെ, എനിക്ക് ഇതിന്റെ മൂപ്പൊന്നും അറിയത്തില്ല. പോരാ ഇതങ്ങ് പറിക്കട്ടെ അമ്മച്ചി. മോനെ അതല്ല പറിക്കേണ്ടത്, മുകളത്തെ പറിക്കും. മുകളത്തെ ഇതോ? അത് ശനിച്ചു പോയി. മുകളത്തെ പറിക്കട്ടെ. അത് മതി, അത് പറിച്ചോ. താഴത്തെ പറിച്ചാലേ അത് ചനച്ച് പഴുക്കാറായി പോയി, അതുകൊണ്ട് പറ്റിയല്ല. നമുക്ക് കറി വെക്കണമെങ്കിൽ മുകളത്തെ തന്നെ പറിക്കണം. ഇത് മതി മോനെ, ഇത് മതി. ഇതാണ് ശരി, മൂപ്പ് ഭാഗം. എല്ലാം ഒരെണ്ണം മതി, ഇത് മതി. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതെന്താണെന്നറിഞ്ഞോ? ഇതിങ്ങനെ കൊത്തിയാലേ ഇതിന്റെ ചൊന കണ്ടോ പോണേ? ഈ ചൊന കളയണം. ഈ ചൊന കൊത്തി കളഞ്ഞിട്ട് കഴുകുക. ഇത് കഴുകുക. മക്കളെ ചട്ടി വേണം, ഈ നമുക്ക് വേവിക്കട്ടെ. ഞാൻ കൊണ്ടുവരാം. ഇതേപോലെ ഇത് കപ്പളങ്ങ ആണെന്നല്ല, കുമ്പളങ്ങ ഏറ്റവും നല്ലത്. നമുക്ക് കുമ്പളങ്ങ ഇല്ലാത്തതുകൊണ്ട് കപ്പളങ്ങ എടുക്കുന്നത്. കുമ്പളങ്ങയാണ് മോരുകറിക്ക് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഉള്ളി വഴട്ടുക. ഉള്ളി കൊണ്ടും മോരുകറി ഉണ്ടാക്കാം. ഏതാണെങ്കിലും ഏതായാലും ചോദിക്കും. പിന്നെ കുമ്പളങ്ങ, വഴുതനങ്ങ പറ്റും. വഴുതനങ്ങ ഇപ്പം നമുക്കതില്ലാത്തതുകൊണ്ട് കുമ്പളങ്ങ എടുക്കാം. ഏറ്റവും നല്ലത് കുമ്പളങ്ങയാണ് മോരുകറിക്ക്. അപ്പം നമുക്ക് അരിയാം. പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് അമ്മച്ചെല്ലാം നല്ല സ്പീഡിലാണല്ലോ അമ്മച്ചി അരിയുന്നത്. കപ്പളങ്ങയൊക്കെ എപ്പോഴും നമ്മൾ കറി വെക്കുന്നതല്ലേ. നമ്മൾ തോരനൊക്കെ വെക്കും. കപ്പളങ്ങ തോരൻ നല്ലതല്ലേ. അപ്പം അമ്മച്ചി എന്നും മിക്കവാറും തന്നെ കപ്പളങ്ങ അരിഞ്ഞ് തോരനാക്കും. കപ്പള ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ പറമ്പിൽ. അപ്പം അതുകൊണ്ട് നമുക്കിന്ന് കപ്പളങ്ങ ഇന്ന് കപ്പളങ്ങ ഇട്ട് മോരുകറി വെക്കാം. തോരനാക്കണമെങ്കിൽ ഇത് ചെറുതായിട്ട് അരിയണം. കപ്പളങ്ങ മോരുകറി വെക്കുമ്പോൾ ഇങ്ങനെ ലേശം മുഴുത്ത കഷ്ണമാക്കിയിടണം. അപ്പം നമ്മുടെ അന്നമ്മച്ചി നല്ല കപ്പളങ്ങയൊക്കെ നല്ല കണ്ടീഷനായിട്ട് അരിഞ്ഞ് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോരുകറി വെക്കാം അല്ലേ? മോരും കപ്പളങ്ങയും കൂടെ. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേറെ വേണ്ടത്? അപ്പോൾ ഈ സാധനം ഇപ്പം കപ്പളങ്ങ കഴുകി അടുപ്പിൽ വെക്കാം. അപ്പോൾ മുളക് പൊടി, ഈ മത്സ്യപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പിൽ വെച്ച് വേകണം. വെന്തിട്ട് അരപ്പ് നമുക്ക് അരക്കണം. തേങ്ങായും പിന്നെ മുളക് പൊടിയൊക്കെ ഇങ്ങനെ അരച്ച് കല്ല് വെച്ച് അരച്ചിട്ട് ഇതിൽ വേകുമ്പോൾ ചേർക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടി. തുടങ്ങിയാലോ? തുടങ്ങാം. വെള്ളം ഒഴിക്കട്ടെ. മതിയോ ചേച്ചി? ചന പോട്ടെ. മതി. ഇത് ചട്ടിയിലേക്ക് കഴുകി ഇടുക. കഴുകി ചട്ടിയിലിട്ടിട്ട് നമുക്ക് ചട്ടിയിൽ വെള്ളം അരപ്പൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ട് വേവിക്കണം. കുറച്ച് വെള്ളം ഇതിലിട്ട് ഒഴിക്കും. വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കണം. മതി. അപ്പം തീ കത്തിച്ചില്ലേ? കത്തിക്ക. അപ്പം അടുപ്പയിൽ വയ്ക്കുക. മുളക് ഇടുക. എല്ലാ സാധനങ്ങൾ ഇട്ട് അടുപ്പിൽ വെക്കുക. ലേശം മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, സ്പൂണ് മഞ്ഞൾപ്പൊടി,
അത് മഞ്ഞ നിറം വരണ്ടേ കഷ്ണത്തിന്. ലേശം നല്ല ജീരകം ഇത് ഇട്ട് നമ്മൾ ഉപ്പ് വേണം, ഉപ്പ് ഇടണം. ഉപ്പിട്ടിട്ട് വേവിക്കണം. കഷ്ണത്തിൽ ഉപ്പ് ഇടണം. ഉപ്പ് ചേർത്ത് ഇനി മൂടി വെച്ച് നമ്മൾ അടുപ്പയിൽ വെക്കുക. നന്നായിട്ട് വേകണം. ഇത് നന്നായിട്ട് വേകണം. വേകുമ്പോൾ നമുക്ക് തേങ്ങായും മറ്റുള്ള ഈ പൊടികളൊക്കെ, മുളക് പൊടി, ബാക്കി എല്ലാ പൊടികളും അരയ്ക്കണം. അരച്ചിട്ട് കടുവട്ടിച്ച് മൂപ്പിക്കണം. മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കണം. കപ്പളങ്ങ നന്നായിട്ട് വേകണം. നന്നായിട്ട് വേണം. കപ്പളങ്ങ വേകണം. ഇതേ നമ്മൾ ഈ തേങ്ങ ഇല്ലേ, ഈ തേങ്ങ അരയ്ക്കണം. പിന്നെ ഞാനൊക്കെ അരയ്ക്കുന്നത് അരകല്ലെ വെച്ചിട്ടായിരുന്നു. ഇപ്പം മിക്സിയിൽ അരയ്ക്കാം. നമ്മളൊക്കെ അരകല്ലെ വെച്ച് അരയ്ക്കാറുള്ളത്. അരകല്ലെ തന്നെ അരയ്ക്കാം. ഇതിനകത്ത് ഈ ഉള്ളി ഇടുക. ഒരു 5-6 ഉള്ളി ഉണ്ടല്ലേ? 5-6 ഉള്ളി ഉണ്ട്. പിന്നെ ലേശം മുളക് പൊടി ഇടുക. പിന്നെ മഞ്ഞപ്പൊടി 1/2 സ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ ലേശം ജീരകം ഇതിനകത്ത് ചേരണം. ഇത്ര സാധനം കല്ല് കൊണ്ടുപോയി അരയ്ക്കണം. ഇപ്പോൾ ഉള്ളവരൊക്കെ മിക്സിയിൽ അരയ്ക്കണം. നമ്മളൊക്കെ കല്ലേലരയ്ക്കാം. ഇന്ന് നമുക്കിത് കല്ലേലരയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് കപ്പളങ്ങ വേകട്ടെ. കപ്പളങ്ങ വേകുമ്പോൾ അരച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതിൽ ചേർക്കണം. അപ്പോൾ തൈരും കൂടെ കൂട്ടി ഇത് ചേർത്തിട്ട് പിന്നെ കടുക് വറുക്കുക. ഞാൻ അരച്ചുകൊണ്ട് വരാം. ഇങ്ങനെ അരയ്ക്കണം. അല്ലേ, ഇതുപോലെ നല്ലോണം അരയണം. അരകല്ലെ വെച്ച് ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ കിട്ടും. മിക്സിയിൽ അരയ്ക്കുന്ന കഴിഞ്ഞ് ഭംഗിയായിട്ട് അരപ്പ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒക്കെ ഉള്ളൊരു മിക്സിയിൽ അരയ്ക്കുമ്പോൾ അതിങ്ങനെ ഇതായി പോവും, ചാറ് പോലെ ആയി പോവും. ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കൊഴുത്ത് അരച്ചെടുക്കാം. ഇത് കല്ലേൽ അരച്ചതാ. അതിനകത്തുള്ള പൊടിവറകളുടെ ഗുണവും എല്ലാം ഇതിനകത്ത് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തിളച്ചൊന്ന് നോക്കാം. വരുന്നുണ്ടല്ലേ? എന്തായാലും നല്ല ആ പൊടികളൊക്കെ നല്ല കളറിൽ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള കിടക്കുന്നത്. അതെന്താണെന്നറിയോ, നമ്മൾ പൊടിച്ച പൊടിയായത്. അതാ ഇത്ര കളറ്. അമ്മച്ചി വീട്ടിൽ തന്നെ പൊടിച്ചു? ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചതാ. മുളകൊക്കെ വാരി ഉണങ്ങി വീട്ടിൽ പൊടിക്കുന്നു. എല്ലാ പൊടിവറകളും വീട്ടിൽ തന്നെ? എല്ലാം വീട്ടിൽ പൊടിച്ചതാ. ഈ മഞ്ഞൾ കൃഷി ഉണ്ടല്ലോ നമുക്ക്, ആ പൊടിങ്ങി ഉണങ്ങി നല്ല ഇതിനു വേണ്ടി, ആഹാരത്തിന് വേണ്ടിയിട്ട് തന്നെ മഞ്ഞൾ നല്ലപോലെ കഴുകി ഉണങ്ങി വാട്ടിയിട്ട് ഉണങ്ങി ആരോഗ്യത്തിന് നല്ലതാ. അപ്പൊ കൂട്ടില്ല ഇതിനകത്ത്. നമ്മള് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അതിനകത്ത് കൂട്ടൊക്കെ ചേർക്കൂല. അപ്പൊ ഇതും ഒരു കൂട്ടുമില്ല. നല്ല മുളക് പൊടി, നല്ല മഞ്ഞപ്പൊടി. അപ്പൊ ഇതുപോലെ വീടുകളിൽ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്ന നല്ല പൊടിവർഗ്ഗങ്ങള് ആണ് നമ്മൾ ഈ കറികൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. ഈ പൊടിവറകൾ കിട്ടണമെങ്കിൽ ഇപ്പോൾ നാച്ചുറൽ ടു ഹോം എന്ന് പറയുന്ന നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഈ പൊടിവറകളെല്ലാം ഓർഡർ ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ 2 ദിവസം കൊണ്ട് ഈ പൊടിവറകളെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ ശുദ്ധമായ കലർപ്പില്ലാത്ത നല്ല പൊടിവർഗ്ഗങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്താൻ നാച്ചുറൽ ഹോമിൽ ഒന്ന് സന്ദർശിക്കുക, ക്ലിക്ക് ചെയ്യുക. അല്ലേ മച്ചി? അപ്പോൾ ഇതുപോലുള്ള പൊടിവറകൾ കിട്ടും. അപ്പോൾ തിളച്ചു നമുക്ക് മൂടാം. ഓക്കെ, വെന്തോട്ടെ. അപ്പോൾ നാച്ചുറൽ ടു ഹോമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ 2 ദിവസം കണ്ട് ഈ പൊടിവറങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ കയറി ബുക്ക് ചെയ്യുക. അപ്പം അമ്മച്ചിക്ക് എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കപ്പളങ്ങ അടക്കമുണ്ട്, വഴുതനങ്ങയുണ്ട്, മുട്ടക്കോസുണ്ട്, അങ്ങനെ എല്ലാ പച്ചക്കറിയും ഉണ്ട്. പച്ചമുളക് അമ്മച്ചി തന്നെയാണ് നടുന്നത് നോക്കാം. എല്ലാം നടും. നമ്മൾ മക്കളൊക്കെ എല്ലാവരും കൂടെ നടും. പച്ചക്കറി സാധനങ്ങളെല്ലാം നമ്മൾ നടും. നമുക്ക് വയലിൽ നടും. വയലിപ്പണിയൊക്കെ വയലിപ്പണി ഇപ്പോൾ കണ്ടെത്തിപ്പണി എടുത്തോണ്ടിരിക്കുക. ഞാറ് പറിക്കാറായി. ഈ ആഴ്ച ഞാറ് പറിച്ച് നടും. ശരിക്കും വയൽപ്പണികളൊക്കെ എവിടെയും കാണാത്തൊരു സ്ഥിതിയായി. വയൽപ്പണിക്കെല്ലാം നമുക്കുണ്ടായിരുന്നു. നെല്ല് കൊയ്തു, കച്ചി, നെല്ല് ഇതെല്ലാം നമ്മുടെ മുറ്റത്ത് കൊണ്ടുവരും. വണ്ടി മെതിക്കും. വണ്ടിക്ക് കൊണ്ടത് ചുവന്ന് കൊണ്ടുവരും. വണ്ടിക്ക് തന്നെ മെതിക്കും നെൽകൃഷി. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഞാറിടും. ഇപ്പം നടുന്ന സമയം. ഇപ്പം രണ്ടാമത്തെ കൃഷി നടുന്ന സമയം. അപ്പൊ ഇന്നിപ്പോ ഞാറ് പറിക്കാൻ മെഷീനൊന്നും ഇല്ലല്ലോ. മെഷീനില്ല. ആൾക്കാർ തന്നെ. അതിന് ആദിവാസികളുണ്ട്, അവരെ കൂട്ടും. അമ്മച്ചിയൊക്കെ നടുവായിരുന്നോ? ഓ, ഞാനൊക്കെ എത്രയോ നടന്നു. ഞങ്ങൾക്ക് 2.5 ഏക്കർ വയലുണ്ടായിരുന്നു. അത് ഞാനെന്ന് പറയുമ്പോ ഞങ്ങൾ കൂടിപ്പണി എടുക്കാം. കൂടിപ്പണി 10 ആൾ ഇവിടെ നടന്ന്, അപ്പുറത്തെ വീട്ടിൽ 10 ആള് പിറ്റേ ദിവസം.
അവിടുത്തെ പണിക്ക് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ 6-7 പിന്നെ 7 അല്ല ഒരു 10 പേരുണ്ടാവും. 10 പേര് 10 വീട്ടിലാകുമ്പോൾ എത്രയാവും? എല്ലാവരുടെ കണ്ടെത്തി നടക്കും. ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വയല് വരമ്പൊക്കെ ഇങ്ങനെ ആണുങ്ങൾ വരമ്പ് വെക്കും. നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ അപ്പച്ചൻ വരമ്പ് വെക്കും. ഒരു 2 മണി വരെ ഏര് കൂട്ടും. രാവിലെ പോയാൽ ഏര് കൂട്ടി 2.5 ഏക്കർ വയൽ നമ്മുടെ ചേട്ടൻ തന്നെ പണിയെടുത്ത് നടാറുള്ളത്. പണിക്കാരില്ലാണ്ട് 2 മണി വരെ ഏര് കൂട്ടും. അത് കഴിഞ്ഞ് വരമ്പ് വെക്കും. അപ്പോൾ ഒരു 5 മണിയാവും വരമ്പ് വെച്ചൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് 6 മണിയാവും. കന്നാരി പോത്തൊക്കെ ഉണ്ടാവും അന്നത്തെ കൃഷിയിൽ. അപ്പോൾ പെണ്ണുങ്ങളായാലും കൂലി അധികം കൊടുക്കണ്ട. ഈ 2.5 ഏക്കർ വയലും നമ്മൾ തന്നെ നടന്നതെന്ന് പറയാം. ഏകദേശം 10 പേര് ഇന്ന് ഇവിടെ നമുക്ക് കൂടും. നാട്ടുപണി പറിക്കുക. പക്ഷെ ഇന്നുള്ളവർക്കൊന്നും പിള്ളേർക്കൊന്നും ഈ നാട്ടിപ്പണി വയല് അതൊന്നും ഒരു പിടുത്തം കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഒരു 2.5 മാസം നമുക്ക് കണ്ടെത്തിപ്പണിയായിരിക്കും വർഷകാലത്ത്. മിഥുനമാസത്തിൽ തുടങ്ങിയ ചിങ്ങമാസം വരെ കണ്ടെത്തിപ്പണിയാണ്. അമ്മച്ചി ഇപ്പോഴൊക്കെ എന്നിട്ട് നാട്ടിപ്പണിക്കൊക്കെ ഇപ്പോൾ ഒന്നും ഞാൻ പോകുകയില്ല. ഇപ്പം എല്ലാം പിന്നെ മറ്റുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചെയ്യിക്കില്ല. ഇപ്പം ഒന്നും കണ്ടെത്തി പോകാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ പണിക്ക് മറ്റുള്ള പണിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ വിളിച്ചിട്ട് ഞാറ് പറിക്കുക, നടുക. പഴയ കാലത്തൊക്കെ ഏരുകൂട്ട് ഏരില്ല. ഇപ്പൊ ഏരുപൂട്ടെന്ന് പറഞ്ഞാൽ ഈ കാളേനെ വെച്ചിട്ട് കലപ്പ വെച്ചിട്ട് അത് പഴയ നേരത്തെ അതിപ്പോ കാണാനേ ഇല്ല. നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ട്രാക്ടർ അല്ലേ, വണ്ടി ടില്ലർ. ഇപ്പൊ ടില്ലറൊക്കെ പൂട്ടുക. ഇപ്പൊ ഞങ്ങളുടെ കണ്ടൊക്കെ ഒന്ന് പൂട്ടി കഴിഞ്ഞു. ഒന്ന് പൂട്ടിയിട്ട് ഇപ്പം ഇനിയിപ്പോ ഈ ആഴ്ച വരമ്പ് വെച്ച് നടും. അത് 2ാം കൃഷിയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേര് ഈ ഏര് പൊട്ടുന്ന സമയത്ത് ആ ചെളിക്കകത്ത് കിടന്നവരുണ്ട്. അതന്നെ, അത് നമ്മുടെ മക്കളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അപ്പൻ എരി പൂട്ടുന്നു, അപ്പൊ പിള്ളേര് പോവുക, പിള്ളേര് അങ്ങനെ ഞാറ് വലിച്ചിടുക, അങ്ങനെ നടക്കും. ഇപ്പൊ അതില്ലല്ലോ. ഇപ്പൊ ടില്ലർ പൂട്ടുക, ആൾക്കാര് കൂടി നടുക. നമ്മുടെ ഭാഗത്തേക്ക് വണ്ടിയില്ല. വണ്ടി എന്ന് പറയുമ്പോൾ നടുന്നതോ പറിക്കുന്നതോ ഇല്ല. ഒക്കുന്നതുണ്ട്, കൊയ്യുന്നതും ഒക്കെ. അല്ല, അത് മനുഷ്യർ തന്നെയാ ഇപ്പൊ കൊയ്യുന്നതൊക്കെ. നമ്മുടെ പാട് അത് കുറച്ച് ദൂരോട്ട് മാറിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും മെഷീനായി. നമ്മുടെ ഭാഗത്തേക്ക് മെഷീൻ വന്നില്ല. നമ്മുടെ കറി തിളച്ചിട്ടുണ്ടാവോ? നമ്മുടെ കറി ഏതൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അത് വെന്തോ നോക്കാം. കഷ്ണം വെന്തിട്ട് വേണം മുളക് ചേർക്കാൻ. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തു അല്ലേ? വെന്തു. നമുക്ക് അരപ്പ് ചേർക്കാം. കല്ലിലരച്ച് വന്ന അരപ്പാണ് ഇത്. അത് അരപ്പ് ചേർത്തിട്ട് അരപ്പ് ചേർത്തിട്ട് ഇത് പയ്യെ തിള വരാനേ പാടുള്ളൂ. തിളച്ച് മറിഞ്ഞ് കുറേ നേരം കഴിയാൻ പാടില്ല. അപ്പം വെള്ളം പോലെ ആയിപ്പോവും. മോരുകറിയേ. ഈ അരപ്പ് നമ്മൾ പച്ചക്കിപ്പോൾ ചേർക്കുമത്. ഇത് അധികം ദിവസം ഇരിക്കുകയില്ല. പിന്നെ ഈ അരപ്പൊന്ന് ചീനച്ചട്ടിയിലിട്ട് മൂപ്പിച്ചിട്ട് അരപ്പ് ചേർക്കുകയാണെങ്കിൽ ഒരു 8 ദിവസമൊക്കെ ഇരിക്കും ഈ മോരുകറി. 8 ദിവസം ഇരിക്കും. കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ മൂപ്പിച്ച് ചേർക്കണം. ഇതിപ്പം പെട്ടെന്ന് നമ്മൾ 2-3 ദിവസത്തേക്കൊക്കെ ഇങ്ങനെ ചേർത്താൽ മതി. മൂപ്പിച്ച് ചേർത്താൽ 2-3 ദിവസം ഇരിക്കും. അത് കഴിഞ്ഞ് മൂപ്പിച്ച് അരപ്പ് ചേർക്കുകയാണെങ്കിൽ 8 ദിവസം ഇരിക്കും. 8 ദിവസം ഇരിക്കും. ഇതിങ്ങനെ മൂപ്പിക്കാതെ അരപ്പ് ചേർക്കണ കറി. മൂപ്പിക്കുകയാണെങ്കിൽ നല്ല കുറച്ചും കൂടി കൂടുതൽ ദിവസം ഉപയോഗിക്കാം. മൂപ്പിച്ച് ചേർക്കുമ്പം ടേസ്റ്റിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ടേസ്റ്റ് കൂടും. മൂപ്പിച്ച് ചേർക്കുന്നത് കൂടും. ഇങ്ങനെ സാധാ ചേർക്കുന്നത് ഇങ്ങനെ അരപ്പ് ചേർക്കുന്നത് ലേശം കുറവായിരിക്കും. ലേശം രുചിക്കൊക്കെ ഇച്ചിരി കുറവുള്ള ടേസ്റ്റിലാണ്. നല്ല കുറച്ചും കൂടെ മൂപ്പിച്ച് ചേർത്താൽ ടേസ്റ്റ് കൂടും. കുറച്ച് ഇത് നമുക്ക് 2 ദിവസം കഴിക്കാനല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ചായിട്ട്. അത് 2 സൈസിൽ വെക്കാം. വയല് ഞാറ് നടുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയല്ലോ. അതെ. നമ്മുടെ വയലിപ്പം ഞാറ് നട്ടുകൊണ്ടിരിക്കുക. മൂത്ത് കഴിഞ്ഞാൽ ഇത് തൈരൊഴിച്ച് പിന്നെ മിക്സിയിൽ അടിച്ച് വേണം തൈരൊഴിക്കാൻ. അല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും. കൊഴുപ്പ് കിട്ടിയാലോ കറിക്ക്. പിന്നെ മിക്സിയിൽ അടിച്ചാൽ മോര് കറിക്ക് കൊഴുപ്പ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തൈരിൻ്റെ പോലെ അങ്ങനെ കിടക്കും. അതുപോലെ ആകാതിരിക്കാനാണ് മിക്സിയിൽ മോരടിക്കുന്നത്. നമുക്ക് മോരൊഴിക്കാം. നമുക്കിതിൻ്റെ എന്താ കുറവുള്ളതെന്ന് നോക്കാം. ചേരേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്.
ചേരേണ്ടത് ഉപ്പുണ്ടോ അല്ല എല്ലാം കറക്റ്റാണ് അമ്മച്ചി. കറക്റ്റാ? മോര് ഇച്ചിരി പുളി കൂടുതലാണ് പുളി കൂടുതലല്ലേ? മോരിന് പുളി നല്ല രസമാണ്, പുളി കൂടുതൽ വേണം ശരി. മോര് പിന്നെ മിക്സിയിൽ അടിച്ചപ്പോൾ എനിക്ക് തോന്നി പുളി കൂടുതലുണ്ടോ. എന്നാലും അത് രുചിയാ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, നല്ല. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ടെന്നോ? റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മൂപ്പിച്ച് ഒന്ന് ഒഴിക്കാനുണ്ട്. ഈ ഉള്ളി, മുളക്, കടുകൊക്കെ കൂടെ കടുക് പൊട്ടിക്കണേ. അത് അതെങ്ങനെ മോരുകറി റെഡി. അപ്പം റെഡി. അപ്പം മോരുകറി വാങ്ങാറായി. നമുക്കത് വാങ്ങാം. അടുപ്പിൽ നിന്ന് ഇത് കറി വാങ്ങി വെക്കട്ടെ. ഇവിടെ വെച്ച് നല്ല മോരുകറിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. മണം വരുന്ന കടുകും കൂടെ പൊട്ടിക്കുമ്പോഴത്തേക്കും അതെ. നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിക്കട്ടെ. കടുക് ഇടട്ടെ. ഉള്ളി ഇടാം. ഇഞ്ചി ഇടുക. ഇഞ്ചി അരിഞ്ഞത് ഇടുക. ഈ വത്തൽ മുളക് 2 എണ്ണം മുറിച്ചിടുക. ഇങ്ങനെ മുറിച്ചിട്ടാൽ അതിനൊരു വ്യത്യാസപ്പെട്ട രുചി കിട്ടും. ലേശം കരിയാപ്പില ഇതിലിടുക. കരിയാപ്പിലയിട്ട് പൊട്ടട്ടെ. ലേശം ഉലുവാപ്പൊടി ഇടുക. പിന്നെ നമുക്ക് മോരിൽ ലേശം പുളി അധികമുണ്ട്. അപ്പോൾ അത് ലേശം കുറയാൻ വേണ്ടി നമുക്ക് ലേശം കായത്തിൻ്റെ പൊടി ഇടുക. മോരിന് പുളി അധികം ഉള്ളത് കൊണ്ടായി കായ ഇട്ടത് കേട്ടോ. കറിയിലേക്ക് ഇത് എടുത്ത് ഒഴിക്കുക. കറിയിലൊഴിക്കട്ടെ. ഇനി നമ്മുടെ മോര് കറി റെഡിയായി. അപ്പം അങ്ങനെ അന്നമ്മച്ചിയുടെ മോര് കറി, കപ്പളങ്ങ മോര് കറി റെഡിയായി. നമുക്ക് ഈ മോര് കറി എന്താ കുറവ് കൂടുതൽ റെഡിയാണോ എന്നൊന്ന് നോക്കാം. അതെനിക്ക് ഇതിലേക്ക് ഒഴിച്ചു തന്നാൽ മതി. ചൂടായിരിക്കും അല്ലേ? ചൂടാ. ഉപ്പുണ്ടോ? മതി. അമ്മച്ചി ഉണ്ടാക്കുന്ന കറികൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതാ ഉണ്ടാക്കുന്ന രീതി കാണുമ്പോൾ അറിയാം നല്ല അടിപൊളിയായിരിക്കും എന്നുള്ളത്. നോക്കണമല്ലോ, ഒന്നാലും അഭിപ്രായം പറയണമല്ലോ. കപ്പളങ്ങ കഷ്ണം തന്നെ. കപ്പളങ്ങ കഷ്ണം ഇപ്പം എങ്ങനെയുണ്ട്? നല്ലതാ. പുളി കുറവായോ? നമ്മളാ കായം ആദ്യം ടേസ്റ്റ് നോക്കിയപ്പോഴേ കുറച്ച് പുളിയുള്ള പോലെ തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പം അത് കറക്റ്റായി. അപ്പം ഞാൻ പിന്നെ കായത്തിൻ്റെ പൊടി ലേശം ഇട്ടു. ഒരുപാട് പൊടിയും കൂടെ ചേർന്നപ്പോൾ പുളി കുറക്കണേ കായം ചേർത്താൽ മതി. ഇച്ചിരി കായം ചേർക്കണം. ഇപ്പം പുളിയെല്ലാം കറക്റ്റായി. നല്ല പിന്നെ ഇച്ചിരി പുളിയുള്ളത് എനിക്കിഷ്ടം. ഇഷ്ടമല്ലേ? എന്നാൽ പിന്നെ റെഡി ആയില്ലേ? റെഡി. ഇപ്പം കറക്റ്റാണ്. നല്ല അടിപൊളി. കാരണം ഈ മോരിനകത്ത് കപ്പളങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ല ടേസ്റ്റാന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ വെള്ളരി, കുമ്പളങ്ങ, പിന്നെ സബോള, ഇതൊക്കെ അല്ലേ നമ്മൾ അധികം വാട്ടിയിടുക. അതെ. എന്നിട്ട് മോര് കറി ഉണ്ടാക്കുക. കപ്പളങ്ങ ആയതുകൊണ്ട് ഇതാണ് സൂപ്പർ അല്ലേ? ശരിക്കും കുമ്പളങ്ങേനേക്കാളൊക്കെ സൂപ്പർ കപ്പളങ്ങ. പ്രത്യേകിച്ച് അമ്മച്ചി വെച്ചതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതൊന്നും പ്രത്യേകതയില്ല. ഇങ്ങനെ തന്നെയാണ് ആര് വെച്ചാലും നല്ലതാണ്. അപ്പം എന്തായാലും നല്ല മോരുകറി അമ്മച്ചി വെച്ച് തന്നിരിക്കുന്നത്. നല്ല കപ്പളങ്ങയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുള്ള നല്ല സൂപ്പർ മോരുകറി. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും വെച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അമ്മച്ചിനെ അറിയിക്കുക. അഭിപ്രായം പറയുക. കുറ്റമുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും എന്നതാണേലും കുറ്റാണേലും അത് പറഞ്ഞോളുക. കുറ്റം പറയാനൊന്നുമില്ല അമ്മച്ചി, എല്ലാം നല്ലതാണെങ്കിൽ അഭിപ്രായം പറയുക. അതെ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. വീണ്ടും എല്ലാവർക്കും ബൈ ബൈ.